ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയോട് സ്വാഗതം. ജോസ്മി ആട്ടോ. ഞാൻ പലതരത്തിലുള്ള മീഷോ ഹോൾ ഞാൻ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുർത്തി ഹോൾ ചെയ്തിട്ടുണ്ട്, ഡ്രസ് ഹോൾ ചെയ്തിട്ടുണ്ട്, പിന്നെ ജ്വല്ലറി ഹോൾ ചെയ്തിട്ടുണ്ട്, കുഞ്ഞു മക്കൾക്ക് വേണ്ടിയുള്ള ഹോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ നമ്മുടെ ഈ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു ഹോളാണ് 5+ ഇയറിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹോൾ വീഡിയോ. അതായത് 5 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള ഒരു ഹോൾ വീഡിയോ ഇതുവരെ നമ്മുടെ ചാനലിൽ ഞാൻ മീഷോ ഹോൾ വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ജോന് വേണ്ടിയിട്ട് ഇപ്രാവശ്യം മീഷോയിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് എന്ന് പറഞ്ഞ ഒരു മൂന്ന് സെറ്റ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പരീക്ഷണാർത്ഥം മാത്രം വാങ്ങിയതാണ് കേട്ടോ. കാരണം നല്ലതാവോ ചീത്തയാവോ നമുക്കറിയത്തില്ല. റേറ്റ് കണ്ടപ്പോഴാണെങ്കിൽ തന്നെയും എല്ലാം ഒരു 200 സംതിങ് അല്ലെങ്കിൽ 100 സംതിങ് 200 താഴെയും 300 താഴെയും ആയിട്ടുള്ള റേറ്റുകളൊക്കെയാണ് കണ്ടത്. അപ്പം ഒന്ന് പരീക്ഷണാർത്ഥം മാത്രമായിട്ട് വാങ്ങാമെന്ന് കരുതി ഞാൻ ജോഡിന് വാങ്ങിയിട്ടുണ്ട്. ജോനാണെങ്കിൽ തന്നെയും അവനും കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഫസ്റ്റ് ക്രൈയും ആമസോണും നമ്മുടെ മീഷോയൊക്കെ തന്നെയാണ് ഞാൻ ഒരുപാട് വാങ്ങിയിട്ടുള്ളത് കൂടുതലും. പിന്നെ അത് കഴിഞ്ഞ് ജോൻ കുറച്ച് വലുതായി കഴിഞ്ഞ് ഒരു 5 വയസ്സൊക്കെ ആയതിനു ശേഷം നമുക്ക് അത്ര ഒരു ഞാൻ സത്യം പറഞ്ഞാൽ ഓൺലൈൻ അധികം ഞാൻ ജോന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ഞാൻ ഷോപ്പിൽ പോകുന്നു, അവനെ ഇടിച്ച് നോക്കുന്നു, അങ്ങനെ സൈസൊക്കെ കറക്റ്റ് ആണെങ്കിൽ അങ്ങനെ നോക്കി വാങ്ങലേ ഉള്ളൂ. ജോനെ ഞാൻ സാധാരണ ചെയ്യാട്ടോ. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഞാൻ പുറത്ത് വെറുതെ നിന്നപ്പോൾ മീഷോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. കാരണം ഭയങ്കര റേറ്റ് കുറവും കാണുന്നു. എന്നപ്പോൾ ഒന്ന് നോക്കിയേക്കാമെന്ന് കരുതിക്കൊണ്ട് ഞാൻ അവന് വേണ്ടിയിട്ട് ഒരു 3 ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളും ഒരു സ്മോൾ ഹോൾ വീഡിയോ ആട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് തന്നെ വേഗം തന്നെ വീഡിയോ പോകുന്നതിന് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോൾ വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ. ഞാൻ അവന് വാങ്ങിയിരിക്കുന്നത് ഒരു സെറ്റ്, അതായത് ഒരു ടീഷർട്ടും ഒരു ഷോർട്ട്സും അതിൻ്റെ ഒരു സെറ്റും അതുപോലെ ഒരു 2 ഷർട്ടുമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങി നല്ലതാണെങ്കിൽ ഇനി വേണമെങ്കിൽ കൂടുതൽ പർച്ചേസിങ് നമ്മൾ മീഷോയിൽ നിന്ന് ചെയ്താൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ ഞാൻ പരീക്ഷണം പോലെ ഞാൻ ഇതൊരു സംഭവം വാങ്ങിയിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ വാങ്ങിയത് ഈ ഒരു ഷർട്ടാണ്. ഞാനിവിടെ ഫോട്ടോ ആഡ് ചെയ്യാം. കണ്ടോ, ഈ ഒരു ഷർട്ടാണ് ഞാൻ വാങ്ങിയത്. ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ജോൻ ഇട്ടിരിക്കുന്നതും ജോൻ ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ വാങ്ങിയിരിക്കുന്നതെല്ലാം തന്നെ ഞാൻ 7 to 8 ഇയേഴ്സ് എന്നുള്ള ഒരു ഏജ് കാറ്റഗറി ആട്ടോ ഞാൻ ചൂസ് ചെയ്തത്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഞാൻ ജോന് വാങ്ങുമ്പോൾ 6 to 7 വാങ്ങണോ അതോ 7 to 8 വാങ്ങണോ എന്നുള്ളത്. അവനിപ്പോൾ 7 വയസ്സാണ്. അപ്പം കാരണം ഈ 7 to 8 എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ലൂസായി പോകുമോ എന്നൊക്കെ ഉള്ളൊരു, പിന്നെ റിട്ടേൺ കൊടുക്കേണ്ടേ അല്ല എക്സ്ചേഞ്ച് കൊടുക്കേണ്ടേ എന്നൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ. പക്ഷേ എന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ 7 to 8 തന്നെ കൊടുത്തു. 7 to 8 കൊടുത്തിട്ട് പക്ക കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൈസ് ഇപ്പോൾ ഒരു 6 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾ 5 to 6 കൊടുക്കുക. അതായത് 6 to 7 നമ്മുടെ കുഞ്ഞിൻ്റെ ഏജിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ തൊട്ട് നിങ്ങൾ കൊടുത്തു. പിന്നെ ഭയങ്കര സ്കെൽട്ടൺ ആയിട്ടുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കുറച്ചാൽ മതി. ജോൻ അത്ര വലിയ വണ്ണമുള്ള ആളൊന്നും അല്ല. ബോഡിക്ക് ആവശ്യത്തിനുള്ള വലിപ്പമാണ് അവനുള്ളത്. പക്ഷേ അവന് ഈ ഒരു 7 to 8 അവനെ സംബന്ധിച്ച് പക്കയായിരുന്നു കേട്ടോ. ഇത് മെറ്റീരിയലിനെ കുറിച്ച് ഇതിൻ്റെ റേറ്റ് ആദ്യം പറയാം. 247 രൂപ ഈ ഒരു ഷർട്ട്. അതിപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തന്നെ ആ പിക്ചറിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ട് നല്ല ഭംഗിയാണ്. ഇതിങ്ങനെയൊരു ഇതിങ്ങനെ എക്സ്പാൻഡ് ആവുന്ന കൂട്ടൊരു ഇതിനെന്തായി പറയുന്നത്, ഈ ബനിയൻ ക്ലോത്ത് പോലത്തെ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പം. നമ്മൾ ഈ റയോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ റയോൺ എക്സ്പാൻഡ് ആവത്തില്ല, ഇതിങ്ങനെ എക്സ്പാൻഡ് ആവും. അവൻ്റെ ദേഹത്തെ കടന്നിട്ടാണെങ്കിൽ തന്നെയും നല്ല സുഖമാണെന്ന് അവൻ പറയുന്നത്. ഈ തണുപ്പ് കാലത്തൊക്കെ കുറച്ച് നല്ല സുഖമായിരിക്കും ഇടാൻ വേണ്ടിയിട്ട്. കുട്ടികളുടെ ദേഹത്ത് ഇങ്ങനെ ഒഴുകിയ പോലെ കിടക്കും. അല്ലാണ്ട് കോട്ടൺ പോലെ ഇങ്ങനെ വടി പോലെ നിൽക്കത്തില്ല. ഇതിങ്ങനെ ഒഴുകിയ രീതിയിലാണ് സംഭവം ഉണ്ടാവുക. കോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കോളറാണ്. നമ്മുടെ ഹാഫ് സ്ലീവ് ആണുള്ളത്. ഹാഫ് സ്ലീവിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു മടക്ക് പോലെ ഉണ്ട് കേട്ടോ സംഭവം. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു മടക്ക് പോലെയൊക്കെ തന്നെയായിട്ടാണ് ഉള്ളത്. ജോനാണെങ്കിൽ തന്നെ ഇട്ടിട്ട് നല്ല കംഫർട്ടബിളുമാണ്. വാഷ് ചെയ്തിട്ട് കളറൊന്നും തന്നെ പോലെ ബനിയൻ ക്ലോത്ത് നമുക്ക് പിന്നെ അറിയാം വാഷ് ചെയ്ത കളറും കാര്യങ്ങളൊന്നും പോകത്തില്ല. ഇത് അവൻ്റെ പക്കയാണ്. ബോഡിക്കാണേലും വണ്ണത്തിൻ്റെ കാര്യത്തിലാണേലും ലെങ്ത്തിൻ്റെ കാര്യത്തിലാണേലും വളരെ കറക്റ്റ് ഫിറ്റിങ് പോലെ ആട്ടോ അവൻ ഈ ഒരു ഇത് ഞാൻ വാങ്ങിയിട്ട് 247 രൂപയ്ക്ക് നല്ല വേർത്താണ്. ഒരു കംപ്ലൈൻറ്റോ ഒന്നും തന്നെ പറയാനില്ല. നിങ്ങൾ ഇതിനകത്ത് സൈസ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 8 ആണ് സൈസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് കേട്ടോ. അടുത്തത് ഞാൻ വാങ്ങിയത് ഒരു ഷർട്ടാണ്. എഗെയിൻ നമ്മുടെ ഒരു വൈറ്റ് കളറുള്ള ഈ ഒരു ഡിസൈനിലുള്ള ഷർട്ടാട്ടോ. ഞാനിവിടെ ഇതിൻ്റെ ഫോട്ടോ കൊടുക്കാം. ഒറിജിനൽ പേജിലുണ്ടായിരുന്ന ഫോട്ടോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. അതുപോലെ ജോൻ ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഞാൻ കൊടുക്കാം. ഇത് കണ്ടോ, ഇതിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടണും കാര്യങ്ങളും. ഇത് സെയിം നമ്മുടെ മറ്റേ നോർമൽ കോളറാണ്. ഹാഫ് സ്ലീവാണ്.
ഇതും ഈ പറയുന്ന പോലെ ഈ ഒരു ബനിയൻ മെറ്റീരിയൽ പോലത്തെ സംഭവമാണ് കേട്ടോ, ഇങ്ങനെ എക്സ്പാൻഡ് ആവും സംഭവം. അവനിട്ടിട്ട് അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ റേറ്റാണ് മക്കളെ സഹിക്കാൻ വയ്യാത്തത്. 186 രൂപയുള്ളൂ. ഒരു 7 വയസ്സുള്ള കൊച്ചിന് 186 രൂപയ്ക്ക് എവിടെ നിന്നാണ് നമുക്ക് നല്ലൊരു ഷർട്ട് കിട്ടുക അല്ലേ? അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, പരീക്ഷണാർത്ഥം വാങ്ങിയതാണ്. എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. നല്ല രസമുണ്ട് അവനിട്ടിട്ട്. ഞാൻ അവൻ്റെ ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്താണ് ചെയ്തത്. നല്ല ഭംഗിയുണ്ട്. ഒരു ബ്ലാക്ക് ഷോർട്സിനൊക്കെയാണ് ഞാനിതിന് പെയർ ചെയ്യാറുള്ളത്. നമ്മുടെ ആദ്യം കാണിച്ചത് ഇത് ഞാനൊരു പീച്ച് കളർ ഷോർട്സിന് ഞാൻ അവന് പെയർ ചെയ്തു. ഇത് ഞാനൊരു ബ്ലാക്ക് ഷോർട്സിന് ഞാൻ പെയർ ചെയ്തു. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞ 186 രൂപയാണ്. പിന്നെ ഇതെൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞപ്പം ഒരു ചെറിയൊരു കളറ് ഇവിടെ ഒരു മാറ്റം ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഉണ്ട് ഇവിടെ. പിന്നെ ഞാൻ ഓർത്തു 186 രൂപയല്ലേ ഉള്ളൂ, നമ്മളിതിനകത്ത് ഇനി എന്ത് എക്സ്ചേഞ്ച് കൊടുക്കാൻ റിട്ടേൺ കൊടുക്കാൻ പോട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ അങ്ങ് നോട്ടീസ് ചെയ്യുകയില്ല. എന്നാൽ ചെറിയൊരു കറ പോലെ കഴുകിയിട്ട് പോകുന്നില്ല സംഭവം, അവിടെ തന്നെ ഉണ്ട്. എന്നാലും മനസ്സിലാവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ റിട്ടേൺ കൊടുക്കാൻ പോയൊന്നുമില്ല. ഞാൻ ഇടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. വാഷ് ചെയ്തിട്ട് കളറും കാര്യങ്ങളും ഒന്നും തന്നെ പോകുന്നില്ല. ഇതെല്ലാം പ്രിൻ്റാണ്, ഇതിലുള്ളതെല്ലാം ഒരു പ്രിൻ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനാകെ ഒരു കൈ കിട്ടിയ പോലെ ഒരു കളറ് അവിടെ ഒരു കറ പിടിച്ച പോലെ ചെറിയ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ് ഇതിന്. ഈ 7 to 8 എന്നുള്ളത് നമ്മൾ ഇത് രണ്ടും ഞാൻ ഒരേ സൈസിൽ ഞാൻ വാങ്ങിയിട്ട് ഇതിന് മാത്രം കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസൈഡ് ചെയ്യിച്ചിട്ടാണ് ഞാൻ എടുക്കാം അവനെ ഇടിക്കാറ്. നമ്മൾ ഔട്ട് സൈഡ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷോർട്സൊക്കെ മൂടി കിടക്കും, അങ്ങനെ ടൈപ്പ്. അല്ലെങ്കിൽ നമ്മൾ പാൻറ് ഇടിക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പിള്ളേർ പാൻറ് ഇടുന്ന വലിയ താല്പര്യമില്ല. ഷോർട്സ് ഇടുമ്പോഴാണല്ലോ അവർ കുട്ടിത്തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഷോർട്സ് ഇടിക്കുന്നെങ്കിൽ അത് കുറച്ച് മൂടിപ്പോവും. അങ്ങനെ അതുകൊണ്ട് ഇൻസൈഡ് ചെയ്യിച്ചിട്ടാണ് ഇടുന്നത്. ഇൻസൈഡ് ചെയ്യിച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു, ഞാനൊരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ടീഷർട്ടും അതിൻ്റെ തന്നെ ഒരു ഷോർട്ട്സും സെറ്റായിട്ട്. ഇതാണ് അതിൻ്റെ ടീഷർട്ട് വരുന്നത്, ഇതാണ് അതിൻ്റെ ഷോർട്ട്സ് വരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് ഒരു സംഭവം ഇങ്ങനെ ഓടാം, ഇത് കുറച്ച് ലൂസല്ലേ എന്നുള്ളത്. സത്യം ഇത് കുറച്ച് ലൂസാണ്. ഇത് മാത്രമാണ് ഈ 7 to 8 സൈസ് വാങ്ങിയതിൽ അവന് ഒരു ഫിറ്റ് അല്ലാത്ത രീതിയിൽ വണ്ണത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ലൂസായിട്ട് എടുത്തത്. അപ്പോൾ കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂങ്ങി കിടക്കുന്നുണ്ട്. കൈയാണെങ്കിൽ തന്നെയും ലൂസാണ്. ഷോർട്ട്സ് ആണെങ്കിൽ തന്നെ ഇങ്ങനെ തൊളാ പോലെ കിടക്കുന്ന ഷോർട്ട്സ് ആയിപ്പോയി. പക്ഷേ വേസ്റ്റും കുറച്ച് ലൂസാണ്. പിന്നെ ഒപ്പിച്ച് നടക്കുന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ റേറ്റ് 253 രൂപയുള്ളൂ. 253 രൂപയ്ക്ക് ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയും കിട്ടത്തില്ല. വാഷ് ചെയ്തിട്ട് കളറും കാര്യങ്ങളും ഒന്നും തന്നെ പോകുന്നില്ല. ഇത് ഞാൻ 6 to 7 സൈസ് എടുത്തായിരുന്നെങ്കിൽ അവന് പക്കയാകുമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ 7 to 8 എടുത്തതുകൊണ്ടാണ് ഇത് ലൂസ്. പക്ഷേ ഞാൻ മാറ്റിയില്ല, കാരണം പിള്ളേർ ഇനിയും വലുതാവാൻ സമയത്ത്. ഞാൻ ടീഷർട്ട് ഞാൻ അവന് ഇടിക്കാറുണ്ട് ഇപ്പോഴും. ഇത് കണ്ടില്ല, നിങ്ങൾക്ക് സൈസ് സംശയമുള്ളവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 7 to 8 years എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ 6 to 7. അപ്പോൾ ഈ 7 to 8 ആണ് എടുത്തത്, പറ്റിപ്പോയത്. 6 to 7 ആയിരുന്നു കറക്റ്റ് ആയിരുന്നു. അപ്പം ഈ ഒരു സെറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, അവൈലബിൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു സൈസ് കുറച്ചെടുത്താൽ മതി. നമ്മുടെ കുഞ്ഞിൻ്റെ പ്രോപ്പർ സൈസ് ഏതോ അതിൻ്റെ ഒരു തൊട്ട് താഴെയുള്ളത് എടുത്താൽ മതി, എങ്കിൽ നമുക്കത് കറക്റ്റ് ഫിറ്റ് ആവത്തുള്ളൂ കേട്ടോ. പക്ഷേ ഈ 253 രൂപയ്ക്ക് ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേർത്തായിട്ടാണ്. ഇതിൻ്റെ പോക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു പ്ലെയിൻ, 2 സൈഡിലും ഇങ്ങനെ ഡിസൈനും കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ ജോൻ ഇട്ടതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ റിയലായിട്ട് പേജ് കൊടുത്തിരിക്കുന്ന ഫോട്ടോയും ഞാൻ കാണിച്ചു തരാം. പക്ഷെ നല്ല രസമുണ്ട്, കളറും കാര്യങ്ങളും പോകുന്നില്ല. നല്ല പ്യുവർ ബനിയൻ ക്ലോത്താണ്. ഈ കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെ വലിക്കുമ്പോൾ കുറച്ചധികം വലിഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു പ്രശ്നമുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു റേറ്റിന് ആ ഒരു ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. എന്തായാലും കുട്ടികൾക്ക് ഇട്ടോട് നടക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മീഷോയിൽ 5+ ഇയർ അല്ലെങ്കിൽ ഒരു 7 വയസ്സുള്ളൊരു കുട്ടിക്ക് വേണ്ടി ഞാൻ പർച്ചേസ് ചെയ്ത എൻ്റെ മീഷോ ഹോളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നത്, നമുക്ക് ഏതായാലും ഇനിയും കുറച്ചും കൂടെ വാങ്ങുന്നതിൽ തെറ്റില്ല. കയ്യിൽ കിട്ടിയിട്ട് ഇനി ക്വാളിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ കൊടുക്കാമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് റിവ്യൂ നോക്കുക. ഓക്കെ, റിവ്യൂ നോക്കിയിട്ട് പ്രയോറിറ്റി നെഗറ്റീവിനാണോ പോസിറ്റീവിനാണോ കൊടുത്തിരിക്കുന്നത് നോക്കുക. പോസിറ്റീവിനാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യുക. പിന്നെ അത് കുറേ പേര് പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകും റിവ്യൂവിൽ, അതൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ വാങ്ങുക. പിന്നെ ഇനിയിപ്പോൾ മീഷോ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഡാമേജ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, സൈസിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ റിട്ടേൺ കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ചിലവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഓൺലൈൻ ബൊട്ടിക്കിന്നൊക്കെ നമ്മൾ വാങ്ങുവാണെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുത്താലൊക്കെ നമ്മൾ പൈസ കൊടുക്കണം, നമ്മൾ ആ റിട്ടേൺ ചാർജ് നമുക്ക് കൊടുക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ചാർജും ഇല്ല. നമ്മൾ സാധനം റിട്ടേൺ എന്നുള്ളൊരു ഓപ്ഷൻ മാത്രം നമ്മളോട് സെലക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഒരാഴ്ചക്കുള്ളിൽ വന്നിട്ട് അവരൊന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുമോ, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുകയോ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വേറെ നഷ്ടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങാൻ കിട്ടിയിട്ട് പറ്റുന്നില്ലേ, എക്സ്ചേഞ്ചോ റിട്ടേണോ എന്നാന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. റീഫണ്ടൊക്കെ വേഗം തന്നെ, ഞാൻ ഒരു തവണ റീഫണ്ട് ചെയ്തിട്ട് 2 ആഴ്ചക്കുള്ളിൽ എൻ്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മീഷോ ഹോൾ ഇവിടെ അവസാനിക്കാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ കാണിച്ചതിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് ലിങ്കോ അല്ലെങ്കിൽ കോഡോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്തോളുക. പിന്നെ ഈ ഷർട്ടിൻ്റെയൊക്കെ പല ഡിസൈൻസ് ഉണ്ട് കേട്ടോ, ഒരുപാട് പല കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ആ ഒരു പേജിൽ മീഷോയിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി നിങ്ങൾ വാങ്ങുക, എനിക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഓക്കെ, പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.